ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തദ്ദേശ ഭരണവും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികളെക്കുറിച്ചും ഭരണഘടനാ അനുച്ഛേദങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ PSC പരീക്ഷയുമായി ബന്ധപ്പെടുത്തി പഠിക്കാം. ആദ്യമായി തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. ഗ്രാമസഭ എന്താണ്? ഇന്ത്യയിലെ തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. ആ വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അംഗത്വം ഉണ്ട്. സ്വിറ്റ്സർലൻഡിലെ പ്രത്യക്ഷ ജനാധിപത്യമാണ് ഇന്ത്യ മാതൃകയാക്കി എടുത്തിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡിലെ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഗ്രാമസഭ എന്താണ്? ഇന്ത്യയിലെ തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ആ വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അംഗത്വവും ഉണ്ട്. ഭരണഘടനാ പദവി 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ചത്. എത്രയാണ്? 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ലഭിച്ചു. നഗരപാലികകൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് 74-ാം ഭേദഗതിയിലൂടെയാണ്. മുനിസിപ്പാലിറ്റീസിന് ഭരണഘടനാ പദവി ലഭിച്ചത് 74-ാം ഭേദഗതിയിലൂടെയും ആണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജിന് ഭരണഘടനാ അംഗീകാരം ലഭിച്ചു. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നഗരപാലിക, അതായത് മുനിസിപ്പാലിറ്റീസിന് ഭരണഘടനാപരമായിട്ടുള്ള പദവി ലഭിച്ചത്. ഇനി 11-ാം പട്ടിക എന്താണ്? പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 11-ാം പട്ടിക. 11-ാം പട്ടിക എന്താണ്? പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആകെ വിഷയങ്ങളുടെ എണ്ണം 29. 11-ാം പട്ടികയിൽ ആകെ 29 വിഷയങ്ങളാണ് ഉള്ളത്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ മാസം 24-ആണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം അതുകൊണ്ട് എല്ലാ വർഷവും ഏപ്രിൽ 24-നാണ് ആഘോഷിക്കുന്നത്. ഏപ്രിൽ 24, 1993 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. ആ തീയതി തന്നെയാണ് നമ്മൾ ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ടും ആചരിക്കുന്നത്. ഏപ്രിൽ 24 തന്നെയാണ്. കാലാവധി എത്രയാണ്? പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷ കാലാവധിയാണ് ഓരോ പഞ്ചായത്തിനും ഭരണസമിതിക്ക് ഉള്ളത്. പ്രധാനപ്പെട്ട കമ്മിറ്റികളെ നോക്കാം. ഒന്നാമതായി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അതിൻ്റെ വർഷം 1957. ബൽവന്ത് റായ് കമ്മിറ്റി 1957. അതിൻ്റെ പിതാവ്, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവായിട്ട് ബൽവന്ത് റായ് മേത്തയെ കണക്കാക്കുന്നു. ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ശുപാർശകൾ എന്താണ്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം, 3 ടയർ പഞ്ചായത്ത് രാജ് സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്ത് ശുപാർശ ചെയ്തത് ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇതിൽ പറയുന്ന 3 ടയർസ് ഏതൊക്കെയാണ്? ത്രിതലം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുമാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുമാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം. ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷനായി ജില്ലാ കളക്ടർ വേണമെന്നും നിർദ്ദേശിച്ചു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞ മറ്റൊരു നിർദ്ദേശം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ആരായിരിക്കണമെന്നാണ്? ജില്ലാ കളക്ടറായിട്ട് വേണമെന്ന് നിർദ്ദേശിച്ചു. ഇതിൻ്റെ ലക്ഷ്യം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വിലയിരുത്താനായിട്ട് ആണ് രൂപീകരിച്ചത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വിലയിരുത്താനാണ് ഈ ഒരു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി രൂപീകരിച്ചത്. വർഷം 1957. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചതും ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഇത് വന്ന വർഷം 1957 ആണ്. രണ്ടാമതായി അശോക് മേത്ത കമ്മിറ്റിയെക്കുറിച്ച് നോക്കാം.
അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1977 മൊറാർജി ദേശായി സർക്കാരാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. മൊറാർജി ദേശായി സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചത് 1978 അശോക് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നത് 1978 അശോക് മേത്ത കമ്മിറ്റി പ്രകാരമുള്ള പ്രധാനപ്പെട്ട ശുപാർശകൾ നോക്കുമ്പോൾ ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്തു. 2 ടയർ പഞ്ചായത്ത് രാജ് സംവിധാനമാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചതും അശോക് മേത്ത കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്ത് കാര്യങ്ങൾ നോക്കാൻ പ്രത്യേക സംസ്ഥാന മന്ത്രി വേണമെന്നും പട്ടികജാതി പട്ടികവർഗം SC/STക്കുള്ള സംവരണം വേണമെന്നും നിർദ്ദേശിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് കാര്യങ്ങൾ നോക്കാൻ പ്രത്യേകമായിട്ടുള്ള സംസ്ഥാന മന്ത്രി വേണമെന്നും പട്ടികജാതി പട്ടികവർഗ സംവരണം വേണമെന്നും നിർദ്ദേശിച്ചത് അശോക് മേത്ത കമ്മിറ്റി. SC/ST സംവരണം വേണമെന്നും പഞ്ചായത്ത് കാര്യം നോക്കാൻ പ്രത്യേക സംസ്ഥാന മന്ത്രി വേണമെന്നും അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു. അശോക് മേത്ത കമ്മിറ്റിയുടെ വർഷം 1977 വന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചത് 1978. ഈ കമ്മിറ്റിയെ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് എന്നറിയപ്പെടുന്നു. അശോക് മേത്ത കമ്മിറ്റിയെയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് എന്നറിയപ്പെടുന്നത്. ജില്ലാതല പഞ്ചായത്ത് ഭരണത്തിന്റെ പ്രധാന ഘടകമാണെന്നും ശുപാർശ ചെയ്തു. ജില്ലാതല പഞ്ചായത്ത് ഭരണത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശുപാർശ ചെയ്തതും അശോക് മേത്ത കമ്മിറ്റിയാണ്. മൂന്നാമതായി GVK റാവു കമ്മിറ്റിയെക്കുറിച്ച് നോക്കാം. GVK റാവു കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1985. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ നവീകരിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. പഞ്ചായത്ത് രാജിന്റെ നിയമങ്ങൾ നവീകരിക്കാനായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. വികസന പദ്ധതികൾ ബ്യൂറോക്രസിയുടെ, അതായത് ഉദ്യോഗസ്ഥ മേധാവിത്വം നിയന്ത്രണത്തിലേക്ക് പോയെന്ന് വിലയിരുത്തി. വികസന പദ്ധതികൾ ബ്യൂറോക്രസിയുടെ നിയന്ത്രണത്തിലേക്ക് പോയെന്ന് വിലയിരുത്തി. ബ്യൂറോക്രസി മീൻസ് ഉദ്യോഗസ്ഥ മേധാവിത്വം. വികസന പദ്ധതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി പഞ്ചായത്തുകളെ മാറ്റണമെന്നും നിർദ്ദേശിച്ചത് GVK റാവു കമ്മിറ്റിയാണ്. വികസന പദ്ധതികളുടെ പ്രധാന കേന്ദ്രം പഞ്ചായത്തുകളായിട്ട് മാറ്റണമെന്ന് നിർദ്ദേശിച്ചതും GVK റാവു കമ്മിറ്റിയാണ്. GVK റാവു കമ്മിറ്റി വർഷം 1985. നാലാമതായി LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി വർഷം 1986 ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ സ്ഥാപിക്കാനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശക്തമായി നിർദ്ദേശിച്ചത് LM സിംഗ്വി കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശക്തമായി നിർദ്ദേശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ നൽകണമെന്നും ആവശ്യപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ് നൽകണമെന്നും ആവശ്യപ്പെട്ടത് LM സിംഗ്വി കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഭരണഘടനാവൽക്കരണത്തിന് അടിത്തറ പാകിയ കമ്മിറ്റി കൂടിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഭരണഘടനാവൽക്കരണത്തിന് അടിത്തറ പാകിയ കമ്മിറ്റി കൂടിയാണ് LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി വന്ന വർഷം 1986. അഞ്ചാമതായി PK തുംഗൻ കമ്മിറ്റി. PK തുംഗൻ കമ്മിറ്റി 1988 വന്നത്. 1988 വന്ന ഒരു കമ്മിറ്റിയാണ് PK തുംഗൻ കമ്മിറ്റി. നിർദ്ദേശം നോക്കാം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സമിതിയാണ് PK തുംഗൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട പാർലമെന്ററി സമിതിയാണ് PK തുംഗൻ കമ്മിറ്റി. പഞ്ചായത്തുകളിൽ നിശ്ചിത ഇടവേളകളിൽ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി കൂടിയാണ് PK തുംഗൻ കമ്മിറ്റി. പഞ്ചായത്തുകളിൽ നിശ്ചിത ഇടവേളയിൽ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശിച്ചതും PK തുംഗൻ കമ്മിറ്റിയാണ്. PK തുംഗൻ കമ്മിറ്റി നിലവിൽ വന്നത് 1988. അടുത്തതായി പ്രധാനപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങളെ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ്
അത് പ്രതിപാദിക്കുന്ന വിഷയം നോക്കാം. അനുച്ഛേദം 40 പ്രതിപാദിക്കുന്ന വിഷയം ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം. ഗ്രാമപഞ്ചായത്തിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 40. ഗ്രാമപഞ്ചായത്തിന്റെ രൂപവൽക്കരണം 40 പറയുന്നത്. അനുച്ഛേദം 243 പറയുന്നത് ഗ്രാമസഭയുടെ നിർവചനത്തെ പറ്റിയാണ്. ഗ്രാമസഭയുടെ നിർവചനത്തെ പറ്റി പറയുന്ന അനുച്ഛേദം 243 ഗ്രാമസഭയുടെ നിർവചനം അനുച്ഛേദം 243. അനുച്ഛേദം 243A 243A പറയുന്നത് ഗ്രാമസഭയുടെ അധികാരങ്ങളെ പറ്റിയാണ്. ഗ്രാമസഭയുടെ അധികാരങ്ങളെ പറ്റി പറയുന്നത് 243A അനുച്ഛേദ പ്രകാരമാണ്. അനുച്ഛേദം 243B പ്രതിപാദിക്കുന്നത് സംസ്ഥാന ജനസംഖ്യ 20 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മധ്യതല അതായത് ബ്ലോക്ക് പഞ്ചായത്തിന് നിർബന്ധം ഇല്ല എന്ന് പറയുന്നു. സംസ്ഥാന ജനസംഖ്യ 20 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മധ്യതല ബ്ലോക്ക് പഞ്ചായത്തിന് നിർബന്ധം ഇല്ലെന്ന് പറയുന്നത് അനുച്ഛേദം 243B ആണ്. അനുച്ഛേദം 243D പ്രതിപാദിക്കുന്നത് പഞ്ചായത്തുകളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം വേണമെന്ന്, SC/ST സംവരണം സംസ്ഥാനങ്ങളിൽ വേണമെന്ന്, പഞ്ചായത്തിൽ വേണമെന്ന് പറയുന്നത് അനുച്ഛേദം 243D. 243D പ്രതിപാദിക്കുന്നത് പഞ്ചായത്തുകളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ പറ്റിയാണ്. അനുച്ഛേദം 243E പ്രതിപാദിക്കുന്നത് എന്താണ്? പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അതിനെ പറ്റി പറയുന്നു. അത് എത്രയാണ്? 5 വർഷം. 5 വർഷം പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 243E ആണ്. അനുച്ഛേദം 243H കൂടി നോക്കാം. 243H പ്രകാരം പഞ്ചായത്തുകൾക്ക് നികുതി ചുമത്താനും പിരിക്കാനുമുള്ള അധികാരം നൽകുന്നു. പഞ്ചായത്തുകൾക്ക് നികുതി ചുമത്താനും പിരിക്കാനുമുള്ള അധികാരം നൽകുന്ന അനുച്ഛേദം 243H. പഞ്ചായത്ത് രാജ് വ്യാപനം ഇംപ്ലിമെന്റേഷൻ. തുടക്കം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം 1959. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന വർഷം ചോദിക്കും. 1959 ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം നിർവഹിച്ചതാരാണ്? അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തത്. ദക്ഷിണേന്ത്യയിൽ നോക്കുമ്പോഴേക്കും ദക്ഷിണേന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് ദക്ഷിണേന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത്. അപവാദങ്ങൾ. വിലക്കുള്ള സംസ്ഥാനം. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഉണ്ട്. അതേതൊക്കെയാണ്? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. നാഗാലാൻഡിലും മേഘാലയയിലും മിസോറാമിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ ഇല്ല. ഭരണപരമായിട്ടുള്ള മറ്റ് വിവരങ്ങൾ. ഗ്രാമസഭയും വാർഡ് സഭയും. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടത് വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഗ്രാമസഭയ്ക്ക് സമാനമായിട്ടുള്ള നഗരപ്രദേശങ്ങളിൽ അർബൻ ഏരിയയിലുള്ള സംവിധാനമാണ് വാർഡ് സഭ. ഗ്രാമസഭയ്ക്ക് സമാനമായിട്ട് നഗരപ്രദേശത്തിൽ അർബൻ ഏരിയസിൽ വാർഡ് സഭയാണ് നിലവിൽ ഉള്ളത്. നഗരഭരണം. മേയറാണ്. കോർപ്പറേഷനിലെ പ്രഥമ പൗരൻ ആരാണ്? മേയർ. നഗരപിതാവ് എന്നറിയപ്പെടുന്നതും മേയറിനെയാണ്. നഗരഭരണം നടത്തുന്ന ആരാണ്? മേയർ. പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് M.N. റോയ് ആണ്. M.N. റോയ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പറ്റി വിശേഷിപ്പിച്ചത് സ്കൂൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്നാണ്. 73, 74 എന്നീ ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. 73, 74 ഭരണഘടനാ ഭേദഗതി ചെയ്തതിന് ശേഷം ആദ്യമായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് മധ്യപ്രദേശിലാണ്. വർഷം 1994 മാർച്ച് ഏപ്രിൽ മാസത്തിലായിട്ട് മധ്യപ്രദേശിലാണ് ആദ്യമായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. 73, 74 ഭരണഘടന ഭേദഗതി ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് മധ്യപ്രദേശ്.
കേരളവുമായി ബന്ധപ്പെടുത്തി നോക്കാം. 73-74 ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1995 ആണ്. കേരളത്തിൽ 1995 തെരഞ്ഞെടുപ്പ് നടന്നു. 73-74 ഭരണഘടന ഭേദഗതി ചെയ്തതിന് ശേഷം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ തദ്ദേശ ഭരണം എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകും. നിങ്ങൾക്ക് ഒരുവിധം എല്ലാം ബേസിക് വെച്ച് ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതേപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.